എല്ലാവർക്കും പി കെ ലേണിങ്സിന്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. പിന്നെ അനുഷ്ഠാന കല ഭാഗം 4 നമ്മുടെ അവസാനത്തെ ഭാഗമാണ്. ഒരുപാട് അനുഷ്ഠാന കലകൾ ഉണ്ടെങ്കിലും നമ്മൾ വളരെയധികം പ്രാധാന്യമുള്ള പരീക്ഷകളിൽ ചോദിച്ച് കണ്ടുവരുന്ന അനുഷ്ഠാന കലകളാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് തെയ്യം, തിറ, അതുപോലെ പൂതൻതിറ എന്നൊക്കെ പറയുന്ന അനുഷ്ഠാന കലകളാണ് കേട്ടോ. അപ്പോൾ ഈ തെയ്യം എന്നൊക്കെ പറയുമ്പോൾ എന്താ, നിങ്ങളുടെ മനസ്സിപ്പോഴേ ചെന്നിട്ടുണ്ടാവും അല്ലേ? കണ്ണൂർക്ക് ചെന്നിട്ടുണ്ടാവും. അപ്പോൾ കണ്ണൂര് അതുപോലെ എന്താ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഈ പറയുന്ന തെയ്യം എന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പഴയങ്ങാടിപ്പുഴ, അവിടെ പഴയങ്ങാടിപ്പുഴ എന്ന് താഴെ വളപട്ടണം വരെ ആണ് ഇതിനെ തെയ്യം എന്ന് വിളിക്കുന്നതെങ്കിലും ഇതിന് മുകളിലേക്ക്, അതായത് പഴയങ്ങാടിപ്പുഴയുടെ മുകളിലേക്കും ഈ ഒരു അനുഷ്ഠാനം നടക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇത് പൊതുവെ അറിയപ്പെടുന്ന പേര് കളിയാട്ടം എന്നൊരു പേരിലാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ നോക്കും. കളിയാട്ടം, അതുപോലെ പെരുങ്കാളിയാട്ടം, ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലേ? ഇത് പെരുങ്കാളിയാട്ടം നമ്മൾ കണ്ടിരുന്നു അല്ലേ? എന്താ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ആ ഒരു തെയ്യം, തിറ, ഇതിനൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത് പെരുങ്കാളിയാട്ടം എന്ന് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ശരിയാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില ടേമുകളുണ്ട്. അടയാളം കൊടുക്കൽ, എഴുത്താളർ, അതുപോലെ മുടി എടുക്കൽ, ഇങ്ങനെയുള്ള കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്താ തോറ്റം പാട്ട് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്കൊന്ന് കവർ ചെയ്തു പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തിറയായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ എന്താ പൂതൻ തിറയൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്തു പോകാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തെയ്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ അല്ലേ? തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ എന്താ പഴയങ്ങാടിപ്പുഴയുടെ മുകളിലേക്ക് ഇത് അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കളിയാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് താഴെ വളപട്ടണം വരെയാണ് ഈ പറഞ്ഞ തെയ്യം. അത് കാസർഗോഡ്, അതുപോലെ എന്താ കണ്ണൂർ ഭാഗങ്ങളിലാണ് തെയ്യമുള്ളത്. പിന്നെ കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ വരുന്ന തിറയാണ്. നമ്മൾ തിറയിലോട്ട് വരാം. അപ്പം നമ്മൾ തെയ്യം നോക്കാം. അതുപോലെ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഈ പറഞ്ഞ ദേവക്കൂത്ത് തെയ്യമാണ് കേട്ടോ. ദേവക്കൂത്ത് തെയ്യമാണ് സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യം. അപ്പം യഥാർത്ഥത്തിൽ 500-ൽ പരം തെയ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നിലവിൽ 120ഓളം തെയ്യങ്ങളാണ് നിലവിലുള്ളത്. അപ്പം അതിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന ഒരു തെയ്യം എന്ന് പറഞ്ഞാൽ ദേവക്കൂത്ത് തെയ്യമാണെന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആ പറഞ്ഞത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാണ് കേരളത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം. അതുപോലെ തന്നെ ഈ പറയുന്ന തെയ്യത്തിൻ്റെ ഒരു നൃത്തം, ഇത് നൃത്തരൂപത്തിലുള്ള ഒരു ദേവി അല്ലെങ്കിൽ ഒരു ദേവതാ അവതരണം ഒക്കെ ആയിട്ടാണ് തെയ്യത്തെ കാണുന്നത്. അപ്പം ഈ ഒരു തെയ്യത്തിൻ്റെ നൃത്തത്തെ എന്താണ് പറഞ്ഞു വെച്ചാൽ തെയ്യാട്ടം എന്നാണ് കേട്ടോ. തെയ്യാട്ടം എന്നാണ് ഈ തെയ്യത്തിൻ്റെ നൃത്തരൂപത്തെ നമ്മൾ പറയുന്നത്. എന്നാൽ തെയ്യത്തിൻ്റെ കോലത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? തെയ്യക്കോലം, പേരിൽ തന്നെ ഉണ്ടല്ലേ തെയ്യക്കോലം. തെയ്യത്തിൻ്റെ കോലത്തെ നമ്മൾ പറഞ്ഞത് തെയ്യക്കോലം എന്ന പേരിലാണ് കേട്ടോ. അതുപോലെ തോറ്റംപാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, തോറ്റംപാട്ട് എന്നൊരു ടൈം. അപ്പം തെയ്യത്തെ തോറ്റിച്ച പാട്ട് എന്നൊക്കെ പറയും. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? ദൈവം അല്ലെ? തെയ്യം എന്ന് വെച്ചാൽ എന്താ? ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. മുൻകൊണ്ടായിട്ട് പറഞ്ഞ അനുസരിച്ചിട്ട് തെയ്യം എന്ന് വെച്ചാൽ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ പൂജിക്കുന്ന എന്നാണ് ഈ തോറ്റിച്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആകാശത്തുനിന്ന് ദൈവത്തെ കൊണ്ടുവരുന്ന ആ ഒരു പാട്ടിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ഈ പറഞ്ഞ തോറ്റം പാട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അതുപോലെ വെള്ളാട്ടം എന്നൊരു ചടങ്ങുണ്ട്. ഈ വെള്ളാട്ടം എന്നൊരു ചടങ്ങ് നോക്കണം. നമ്മൾ ഇതിനോട് സാമ്യമുള്ള ഒരു ചടങ്ങ് നമ്മൾ തിറയിൽ പഠിക്കും. അത് വെള്ളാട്ടമല്ല. അപ്പോൾ ഈ വെള്ളാട്ടം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. അപ്പോൾ തെയ്യത്തിൻ്റെ തലേനാൾ നടക്കുന്ന ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വെള്ളാട്ടമാണ്. ഇപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ട് അല്ലേ? സൈഡിൽ തെയ്യം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എന്താ പറയണേ, വേഷഭൂഷാദികളുമായിട്ട് വളരെ അലങ്കാരമായിട്ടുള്ള ഒരു രൂപം അല്ലെ, ഒരു ഉഗ്ര രൂപമായിട്ടാണ് ഇവിടെ തെയ്യം നിങ്ങൾ കാണുന്നത്. അപ്പം ഈ ഒരു തെയ്യത്തിൻ്റെ രൂപത്തിൻ്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള, വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നമ്മൾ എന്ത് കാണുന്നത്? തലേദിവസം കാണുന്ന വെള്ളാട്ടത്തിൽ കാണുന്നത് കേട്ടോ. അപ്പം തെയ്യത്തിൻ്റെ തലേനാൾ നടക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെള്ളാട്ടമാണ് തെയ്യത്തിൻ്റെ തലേനാൾ നടക്കുന്ന ആ ഒരു ചടങ്ങ്. പിന്നെ ഉള്ളത് പെരുങ്കാളിയാട്ടം. നമ്മൾ പറഞ്ഞല്ലേ 12 വർഷമൊക്കെ കൂടുമ്പോൾ നടക്കുന്ന ആ ഒരു തെയ്യം, തിറ, അതുപോലെയുള്ള കാര്യങ്ങളാണ്. അതെന്ന് പറയുമ്പോൾ ഈ വാർഷികം ഓരോ വർഷം നടക്കുന്ന പോലെയല്ല, മഹാഗംഭീരമായിട്ടായിരിക്കും നടക്കുന്നത്. ചിലയിടത്തൊക്കെ 20 വർഷം 25 വർഷം കൂടുമ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, വളരെ ഗംഭീരമായിട്ടായിരിക്കും ഈ പെരുങ്കാളിയാട്ടം നടക്കുന്നത് എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. എന്താ? പ്രധാനമായിട്ടും ഇത് അമ്മ ദൈവങ്ങളെയാണ് കൊണ്ടുവരും. ഉദാഹരണം പറയുന്നത് മുച്ചിലോട്ട് ഭഗവതി അല്ലെ, അമ്മ ദൈവമാണ്. അപ്പം അമ്മ ദൈവത്തെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ വീരന്മാരായിട്ടുള്ളവരെയും കാണിക്കാറുണ്ട് അല്ലെ. കതിവന്നൂർ വീരൻ എന്നൊക്കെ പറഞ്ഞ് വീരന്മാരെയും ഈ ഒരു തെയ്യ രൂപത്തിൽ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കണേ.
ഇനി അടുത്തൊരു കാര്യം നോക്കാം നമുക്ക്. എന്താ, നാങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, നീങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൊല്ലൊക്കെ കൊണ്ടുവരുന്ന ആരാന്ന് വെച്ചാൽ അത് പൊട്ടൻ തെയ്യമാണ് കേട്ടോ. പൊട്ടൻ തെയ്യമാണ് അങ്ങനെ ഒരു ചൊല്ല് കൊണ്ടുവരുന്നത്. അതുപോലെ ഓണത്തിന്റെ വരവറിയിച്ച് വരുന്നതും ആരാണ്? ഈ ഓണപ്പൊട്ടൻ എന്നൊരു തെയ്യം തന്നെയാണ് കേട്ടോ. ഓണത്തിന്റെ വരവറിയിച്ച് വരുന്നതും ഓണപ്പൊട്ടൻ എന്നൊരു തെയ്യമാണ്. അപ്പം ഞാൻ ഈ ചില തെയ്യങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഓണത്തോടനുബന്ധിച്ച് ചില തെയ്യങ്ങളെ പറ്റിയുള്ള ക്ലാസ് ഞാൻ ഓൾറെഡി നേരത്തെ ഒരു സീരീസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഒന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് കയറി കാണാം. ജസ്റ്റ് ഓരോ തെയ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എന്താ ഇപ്പം ഇതിൽ ചോദിക്കുന്നത്, നാങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, നീങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇക്വാലിറ്റി, ഒരു സോഷ്യലിസം അല്ലെ, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സമൂഹത്തിലെ എല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിൽ ഒരു ഇക്വാലിറ്റി ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം തെയ്യത്തിനകത്തും അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട്. കാരണം എന്താ, മറ്റ് മതത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള തെയ്യ അവതരണമൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഉദാഹരണം നോക്കിയാൽ എന്താ, മാപ്പിള തെയ്യങ്ങൾ മലബാറിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് മാപ്പിള തെയ്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, മുക്കർ തെയ്യം, അതുപോലെ എന്താ ആലി തെയ്യം, ഉമ്മച്ചി തെയ്യം, ഇങ്ങനെയൊക്കെയുള്ള തെയ്യങ്ങൾ എവിടെയുണ്ട്? മലബാർ പ്രദേശങ്ങളിലാണ്, അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡാണ് ഇത് ശരി. പക്ഷെ അതോടൊപ്പം തന്നെ എന്താ, ഇങ്ങനെയുള്ള തെയ്യങ്ങളും അവിടെ ഉണ്ട് എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ആൻസർ, നിങ്ങൾക്ക് ഇനിയിപ്പം സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ ഇനി വരുന്ന മെയിൻസ് എക്സാമ്പിൾ KS ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കിത് വേണമെങ്കിൽ സോഷ്യലിസത്തിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ മെയിൻസിൽ എഴുതാവുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശരി, അപ്പോൾ ഇതിനകത്ത് വാദ്യോപകരണം ഏതൊക്കെ നോക്കിയാൽ എന്താണ്? ചെണ്ട, ചേങ്ങില, ഇലത്താളം, കുറങ്കുഴൽ, മദ്ദളം, പെരുമ്പറ, തകിൽ എന്നിവയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ വേഷങ്ങളെ പറ്റി നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. നമ്മൾ വെള്ളാട്ടത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ അധികം ഘനഗാംഭീര്യത്തോടെ കൂടിയ ഒരു വേഷമാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ വേഷത്തിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തെഴുത്തുണ്ട്, അതുപോലെ മെയ് എഴുത്ത് അല്ലേ, ദേഹത്ത് എഴുതാറുണ്ട്, ചുമലയും അങ്ങനെ പല കളറിൽ എഴുതാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ചമയങ്ങൾ, ഇതിനകത്തുള്ള ഓരോ ചമയങ്ങളും ഓരോ വേഷങ്ങൾ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഓരോ തെയ്യത്തിനും ഓരോ രീതിയിലുള്ള വേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം കതിവന്നൂർ വീരന് പറയുന്ന ആ ഒരു വേഷമായിരിക്കത്തില്ല ഇതിലേക്ക് വരുന്നത് മുച്ചിലോട്ട് ഭഗവതിക്ക് വരുമ്പോൾ അല്ല, അതിനകത്തൊരു വ്യത്യസ്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വ്യത്യസ്തം എല്ലാം കാണിക്കുന്ന എന്തിലൂടെയാണ്? ഈ ഒരു വേഷഭൂഷാദികളിലൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ കാര്യം കൂടെ ഓർക്കുക. അപ്പം അതുപോലെ തന്നെ ഇത് വരച്ചു കൊടുക്കുന്നയാളല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഈ ഓരോ വേഷങ്ങൾ അല്ലെങ്കിൽ ഈ ഓരോ നിറങ്ങൾ അല്ലെങ്കിൽ ഓരോ ചായങ്ങൾ വെച്ചിട്ടാണ് തിരിച്ചറിയാനുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത് എഴുതുന്ന ഈ ചിത്രമെഴുത്തുകാരെ പറയുന്ന പേര് അല്ലെങ്കിൽ മുഖത്തൊക്കെ വരയ്ക്കുന്ന ആൾക്കാരെ പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ എഴുത്താളർ എന്നാണ് കേട്ടോ. എഴുത്താളർ എന്നാണ് അവരെ പറയുന്നത്. അത് മാത്രമല്ല ആ വരയ്ക്കുന്നതിന് ഒരു രീതിയും പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരാളിങ്ങനെ കിടത്തിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, മുഖത്ത് വരയ്ക്കുക. അപ്പോൾ വരയ്ക്കുമ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആളുടെ പുറകിലാണ് ഈ വരയ്ക്കുന്ന ആളിരിക്കുന്നത്. അവിടെ ഇരുന്നിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വരയ്ക്കുമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ മുഖത്ത് എഴുതാൻ എന്താണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും? ഇപ്പം അരിപ്പൊടി, അതുപോലെ എന്താ ചുട്ടെടുത്ത നൂറ്, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എണ്ണയിലോ അല്ലെങ്കിൽ എന്താ വെള്ളത്തിലൊക്കെ അതിന് പ്രൊപ്പോർഷൻ അനുസരിച്ച് അവർ ചാലിച്ചെടുത്തിട്ട് ചതച്ച ഈർക്കിലി കൊണ്ടായിരിക്കും ഇവർ മുഖത്ത് ഇതൊക്കെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പം ഇത് വേറെ പെയിന്റ് ബ്രഷ് അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, കൈകൊണ്ടൊന്നുമല്ല, അവർ ചതച്ച ഈർക്കിലി കൊണ്ടൊക്കെയാണ് വരയ്ക്കുന്നത്. ഇത് വരയ്ക്കുന്നവർ പറഞ്ഞ പേരാണ് എഴുത്താളർ. ഓക്കെ, നമ്മളതിൻ്റെ ഒരുപാട് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തലച്ചമയങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്നത് എന്താണ്? മുടി എന്ന് പറയും. അതെന്താ? കിരീടം അല്ലേ. നമ്മൾ കൃഷ്ണമുടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു, കൃഷ്ണാട്ടം പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിരീടം എന്നാണ് മുടി കൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തലച്ചമയങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് മുടിയാണ്. അതുപോലെ അരച്ചമയങ്ങൾ, അതിപ്പം ഓരോ വേഷങ്ങളെ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ വരുന്നത്. നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്തൊന്നും വെക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇങ്ങനെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ചോദിക്കില്ല. പിന്നെ ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാനത് ഒന്നും കൂടെ എടുത്തു വന്നേ ഉള്ളൂ. അപ്പം അരച്ചമയങ്ങളിൽ വരുന്ന ഏതൊക്കെയാണ്? ഒന്ന് ചിറകൊടുപ്പ് വരുന്നുണ്ട്, അതുപോലെ എന്താ വെളുമ്പൻ, അത് അരയിലുള്ള കെട്ടുകളാണ് കേട്ടോ അരച്ചമയങ്ങൾ വരുന്നത്. അരയിലുള്ള കെട്ടുകളും അവിടുത്തെ വേഷവിധാനങ്ങളുമാണ് പറഞ്ഞത്. അതുപോലെ എന്താ കാണിമുണ്ട് ഉള്ള തെയ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കാണിമുണ്ട് ധരിക്കുന്ന തെയ്യങ്ങളുണ്ട്. ഇപ്പം വിധാനത്തറ ധരിക്കുന്ന തെയ്യങ്ങളുണ്ട്. ഒലിയുടുപ്പ് എന്ന് പറഞ്ഞൊരു ഉടുപ്പുണ്ട്, അതൊക്കെ ധരിക്കുന്ന തെയ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ അരച്ചമയങ്ങളുടെ ഒരു ഇതിൽ പറഞ്ഞത്. ഇത് ഓരോ നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട, ഓർമ്മ വെക്കുകയൊന്നും വേണ്ട, ഞാനത് പറഞ്ഞു വരുന്നുണ്ട് ആ കൂടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കൂടെ തന്നെ വേറെ ഉണ്ട് കൈച്ചമയങ്ങൾ. അരയിലുള്ള പോലെ തന്നെ എന്താണ് കയ്യിലും ഉണ്ട്. എന്താണ് കടകം വെച്ചാൽ മോതിരം കാര്യങ്ങളൊക്കെ. അതുപോലെ എന്താ വളകൾ, ചൂടകം, പൂത്തണ്ട, ഇതൊക്കെ ചൂടകം പൂത്തണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതും വളകൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു വലിപ്പവും അതിൻ്റെ ഒരു രീതിയൊക്കെ അനുസരിച്ചുള്ള വ്യത്യസ്തത കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ തന്നെ കാൽച്ചമയങ്ങളാണ്. ഇപ്പം പറ്റും പാടകവും അതുപോലെ എന്താ
മണിക്കയിൽ, അതുപോലെ ചിലമ്പ്, ഇതൊക്കെ വരുന്നുണ്ട്. ഈ പറ്റും പാടകം എന്ന് വെച്ചാൽ പറ്റെന്ന് പറഞ്ഞാൽ ആ ഒരു കാലിലെ ഭാഗത്തോട് ചേർന്ന് വരുന്ന ഒരു തുണിയുണ്ട്, കാലിലെ പാദത്തിലേക്ക് വരുന്ന ഒരു തുണിയുണ്ട്, അതിൻ്റെ അറ്റത്തെയാണ് ഈ പറ്റെന്ന് പറയുന്നത്. പാടകം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ചിലമ്പല്ലാതെ വേറൊരു ചിലമ്പിനോട് തുല്യമായിട്ടുള്ള മറ്റൊരു ചമയമുണ്ട്. അപ്പം അതാണ് ഈ പറഞ്ഞ പാടകം എന്നുകൊണ്ട് പറഞ്ഞത്. അതുപോലെ മണിക്കയിൽ. അപ്പം ഇത് മൂന്നും കമ്പൈൻ ചെയ്തതിനെ കക്കരു എന്നൊരു പേരിലാണ് പറയുന്നത്. മൂന്നും കമ്പൈൻ ചെയ്തതിനെ കക്കരു എന്നൊരു പേരിലാണ് പറയുന്നത്. ഓക്കെ ഓക്കെ കക്കരു എന്നാണ് ഈ മൂന്നും ചേരുന്നതിനെ പറയുന്ന പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ തെയ്യത്തിൻ്റെ ചടങ്ങുകളിലേക്ക് വരാം. അപ്പോൾ തെയ്യത്തിൻ്റെ ചടങ്ങുകളിലേക്ക് വരുമ്പോൾ എന്താണ് ഏറ്റവും ആദ്യം പറയുന്ന ചടങ്ങാണ് അടയാളം കൊടുക്കൽ. പലപ്പോഴും ചോദ്യം വരുന്നതാണ് അടയാളം കൊടുക്കൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടയാളം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ തെയ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇന്ന ദിവസം കളിയുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇന്ന ദിവസം തെയ്യമുണ്ട് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന അടയാളം കൊടുക്കൽ. ഇപ്പോൾ ഉദാഹരണമല്ല, നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലോട്ട് വരുവാണെങ്കിൽ ഇപ്പം ചില തെയ്യങ്ങൾക്ക് വ്രതാനുഷ്ഠാനം കാര്യങ്ങളൊക്കെ ഉള്ള തെയ്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള തെയ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇപ്പം അവർക്ക് വ്രതം ഉണ്ടാവും. അപ്പം അടുത്ത മാസം ഇന്ന ഡേറ്റിലാണ് കളി, അല്ലേ? തുലാം 10 തെയ്യം തുടങ്ങുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ തുലാം 10 മുതലാണ് ഈ ഒരു തെയ്യം തുടങ്ങുന്നത്. ഏതാണ്ട് ഇടവപ്പാതി വരെയുള്ള ആ ഒരു 8 മലയാള മാസങ്ങളിലുള്ള ഈ ഒരു തെയ്യമൊക്കെ ഉണ്ടാവും. അപ്പം തുലാ 10 തുടങ്ങുന്ന ഒരു കാര്യം ഓർക്കുക. തുലാ 10 തുടങ്ങി എന്ന് വരെയാണ്? ഇടവപ്പാതി വരെയാണ് തെയ്യം നടക്കുക. അപ്പം എന്നാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ധനു 4 അതിനാണ് തെയ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമയത്തിനിടയ്ക്ക് എത്ര ദിവസത്തെ വ്രതമാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ആരൊക്കെ എടുക്കണം? ആ തെയ്യം കെട്ടുന്നയാളും ആ കൂടെയുള്ള ആൾക്കാരൊക്കെ, തെയ്യത്തിൻ്റെ ഒപ്പം തുള്ളുന്ന ആളുകളും ഒക്കെ എന്ത് ചെയ്യണം? ആ ഒരു വ്രതങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കണം. കോമരങ്ങൾ എന്നൊക്കെ പറയും അവരെ. അപ്പം അവരൊക്കെ ഈ വ്രതങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിനാണ് ഈ അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാനും അതിനുള്ള വ്രതങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അടയാളം കൊടുക്കൽ. അതുപോലെ എന്താണ് എല്ലാവരും അറിയിക്കുകയായി ഇന്ന ഡേറ്റിലാണ് അടുത്ത തെയ്യമുള്ളതെന്ന്. അതുപോലെ പിന്നെ വരുന്നതാണ് തെയ്യം കൂടൽ. അതായത് ഈ തെയ്യം നടക്കുന്ന ഒരു ദിവസം അതിൻ്റെ തലേന്ന് ആയിരിക്കും ഈ പറഞ്ഞ തെയ്യം കൂടൽ എന്നുള്ള ചടങ്ങൊക്കെ വരുന്നത്. അതായത് തെയ്യത്തിന് വേണ്ട അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടെ എന്ത് ചെയ്യും? വെള്ളാട്ടം ഒക്കെ നടത്തും. അതായത് എന്താ? നമ്മൾ ആ തെയ്യത്തിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അവതരണം, അതാണ് ആ പറഞ്ഞ വെള്ളാട്ടം. അതായത് അത്രയും വേഷഭൂഷാദികളൊന്നും ഇല്ലാതെ ഒരു വളരെ ലൈറ്റായിട്ടൊരു അവതരണം കാര്യങ്ങളൊക്കെ തലേന്ന് നടക്കും. അപ്പോൾ അതിനെയാണ് ഈ വെള്ളാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ചടങ്ങാണെങ്കിലും ഇത് എല്ലാ തെയ്യത്തിനും ചില പ്രദേശങ്ങൾക്ക് അനുസരിച്ച് പ്രാദേശികമായിട്ടാണ് അതിന് വ്യത്യാസം വരുന്നത്. അപ്പം നട്ടത്തിറ എന്ന ചടങ്ങാണ്. അപ്പോൾ ഈ നട്ടത്തിറ എന്ന ചടങ്ങിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഗുരുതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അതായത് ആ ഒരു ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഗുരുതിയൊക്കെ നടത്തി എല്ലാവർക്കും പ്രസാദം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ് ഈ പറയുന്ന നട്ടത്തിറ എന്ന ചടങ്ങ്. ഗുരുതി മറ്റ് പൂജകളൊക്കെ നടത്തി. അപ്പോൾ ഇതോടൊപ്പം തന്നെ അതിന് ശേഷം വരുന്നതാണ് വെള്ളാട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, തെയ്യം കൂടൽ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് വെള്ളാട്ടം. അപ്പോൾ ഈ വെള്ളാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? തലേദിവസം ആ ഒരു തെയ്യത്തിൻ്റെ ഒരു രൂപം, അല്ലെങ്കിൽ തന്നെ അത്രയും വേഷഭൂഷാദികളോടോ അല്ലാത്ത ലളിതമായിട്ടുള്ള രൂപത്തിലുള്ള അവതരണങ്ങൾ കാര്യങ്ങളാണ് ഈ പറയുന്ന വെള്ളാട്ടം. അപ്പോൾ ഈ വെള്ളാട്ടം അവിടെ ആടി അതോടൊപ്പം തന്നെ ഉറഞ്ഞു തുള്ളുന്ന ഒരു ചടങ്ങാണ് ഈ വരുന്നത്. പിന്നെ വരുന്നതാണ് തോറ്റംപാട്ട്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് തോറ്റംപാട്ട് അല്ലേ. അതായത് ഏത് മൂർത്തിയാണല്ലോ അവിടെ കെട്ടുന്നത് അതനുസരിച്ചിട്ട് ആ മൂർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ തോറ്റംപാട്ട് എന്ന് പറഞ്ഞത്. പിന്നെയാണ് നമുക്ക് പറഞ്ഞ ബീത്ത് എന്ന് പറയുന്നത്. ബീത്ത് എന്ന് വെച്ചാൽ ഇപ്പം ചില തെയ്യങ്ങൾ കള്ള് പ്രസാദമായിട്ട് നൽകുന്ന ചില തെയ്യങ്ങൾ ഇപ്പം കിണ്ടിയിലോ അല്ലെങ്കിൽ മൊന്തയിലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? കള്ള് ഒരു ചെറിയ അളവിൽ പ്രസാദമായിട്ട് കൊടുക്കും. അപ്പോൾ അതിനെയാണ് ഈ ബീത്ത് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നടക്കുന്നതാണ് അനുഗ്രഹം നൽകൽ. അനുഗ്രഹം നൽകൽ എന്ന ചടങ്ങിൽ പേര് പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ ശേഷമായിട്ട് എല്ലാവർക്കും അനുഗ്രഹം നൽകി ആശീർവാദം നൽകി എന്ത് ചെയ്യും? അവർക്ക് സർവ്വ ദുരിത പീഡകളിൽ നിന്നൊക്കെ രക്ഷ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഗുണം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യും? അവരെ അനുഗ്രഹിക്കും. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഈ പറഞ്ഞ അനുഗ്രഹം നൽകൽ. പിന്നെയാണ് മുടിയെടുക്കൽ. ഇത് അവസാനത്തെ ചടങ്ങാണ്. നമ്മൾ എന്ത് ചെയ്യും? ഈ മുടി എന്ന് വെച്ചാൽ കിരീടം, ആ ഒരു കിരീടം ഊരി മാറ്റി അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഈ പറഞ്ഞ മുടിയെടുക്കൽ എന്നൊരു ചടങ്ങ് കേട്ടോ. അപ്പം ഇത്രയാണ് തെയ്യത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ. ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് അടയാളം കൊടുക്കൽ എന്നൊരു ചടങ്ങ് തന്നെയാണ്. അപ്പോൾ ആ ചടങ്ങാണ് പലപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ തെയ്യത്തിൻ്റെ ചടങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ തെയ്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ചടങ്ങായിട്ട് വരുന്നതാണ് അടയാളം കൊടുക്കൽ. നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യമാണ്. തെയ്യത്തിൻ്റെ ആദ്യത്തെ ചടങ്ങായിട്ട് വരുന്നതാണ് അടയാളം കൊടുക്കൽ. അതുപോലെ തെയ്യത്തിൻ്റെ വേഷം എന്താണ് പറഞ്ഞത്? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അല്ലേ, തെയ്യക്കോലം എന്നാണ് പറയുന്നത്. അതുപോലെ കളിയാട്ടം എന്നറിയപ്പെടുന്ന അനുഷ്ഠാന നൃത്തം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് തെയ്യമാണ് കേട്ടോ.
പഴയങ്ങാടിപ്പുഴയുടെ വടക്കോട്ടാണ് ഈ പറഞ്ഞ കളിയാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അപ്പോൾ കളിയാട്ടം എന്നറിയപ്പെടുന്ന അനുഷ്ഠാന നൃത്തം എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ അത് തെയ്യം എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാ തോറ്റം, വെള്ളാട്ടം എന്നിവയൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? തെയ്യം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളാട്ടം എന്നൊരു ടേം നിങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടയാളം കൊടുക്കൽ ഏത് ചടങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തെയ്യമാണ്. അതുപോലെ തന്നെ PSCയിലൊക്കെ വന്നിട്ടുള്ളൊരു PYQs ആണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ആർട്ട്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചറിൽ ഞാനൊന്ന് കോപ്പി ചെയ്തതാണ്. അതുപോലെ എന്താ തെയ്യത്തിൻ്റെ അവസാന ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മുടിയെടുക്കൽ എന്നതാണ് തെയ്യത്തിൻ്റെ അവസാന ചടങ്ങ്. അതുപോലെ ഓണത്തിൻ്റെ വരവറിയിച്ച് വീടുകളിൽ എത്തുന്ന തെയ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓണപ്പൊട്ടൻ തെയ്യമാണ് കേട്ടോ. ഓണത്തിൻ്റെ വരവറിയിച്ച് വീടുകളിൽ എത്തുന്ന തെയ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഓണപ്പൊട്ടൻ തെയ്യമാണ്. അതുപോലെ തന്നെ ഈ സാമൂഹിക ആയിട്ടുള്ള ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന തെയ്യം ഏതാണെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ പൊട്ടൻ തെയ്യം ആണ്. ഓണപ്പൊട്ടൻ തെയ്യം, പൊട്ടൻ തെയ്യം ഒക്കെയാണ് ഈ പറയുന്ന ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് PYQസിൽ നിങ്ങൾക്ക് 1-2 തവണ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം എന്ത് ചെയ്യുക, ഗ്രൂപ്പിനകത്ത് കയറിയിട്ട് പോൾസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ അടുത്ത ഒരു സെക്ഷനിലോട്ട് പോകണം. നമ്മൾ തെയ്യം കഴിഞ്ഞു. ഇനി അപ്പം നമ്മൾ തിറയിലോട്ട് വരുമ്പോഴത്തേക്കും തിറ എന്താ? തെയ്യം നമ്മൾ കണ്ടു അല്ലേ? എവിടെയാണ്? കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിലാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ തിറ വരുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ നടത്തുന്നതാണ് ഈ പറയുന്ന തിറ എന്ന അനുഷ്ഠാന കലാരൂപം. അതുപോലെ തന്നെ എന്താ, അപ്പം അത് ഏറ്റവും പറഞ്ഞ അതിൽ തന്നെ ഉണ്ടല്ലോ, ഉത്തര കേരളത്തിൽ ദേവപ്രീതിക്ക് വേണ്ടി നടത്തപ്പെടാറുള്ള ഒരു അനുഷ്ഠാനമാണ് തിറ. ഇപ്പോൾ തെയ്യത്തിൻ്റെ കാര്യം അത് തന്നെയാണ്, ഉത്തര കേരളത്തിൽ തന്നെയാണ് ദേവപ്രീതിക്ക് വേണ്ടി നടത്തുന്നതാണ്. പക്ഷേ ഈ ജില്ലകളുടെ വ്യത്യാസമുണ്ട്. ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർമ്മ വെക്കുക. അതുപോലെ തിറയിലെ പ്രധാന വാദ്യങ്ങളെന്ന് ചോദിച്ചാൽ ചെണ്ട, അതുപോലെ തന്നെ ഇലത്താളം, കുഴൽ, കൊമ്പ് എന്നിവയാണ്. ചെണ്ട, ഇലത്താളം, കുഴൽ, കൊമ്പ് എന്നിവയാണ് ഈ പറഞ്ഞ തിറയിലെ പ്രധാന വാദ്യങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തിറയാട്ടത്തിലെ സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതാരാണ്? ദേവി, മലദൈവം, മൂർത്തി എന്നാണ്. പല മൂർത്തികളെയും അതുപോലെ ദേവി, അതുപോലെ ഗോത്രപരമായിട്ടുള്ള ദൈവങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂർത്തികളൊക്കെ സങ്കല്പിച്ച് അല്ലെങ്കിൽ അവർ വരുന്നു എന്ന രീതിയിലാണ് കേട്ടോ ഈ പറയുന്ന തിറ അവതരിപ്പിക്കുന്നത്. എന്നാൽ തിറയാട്ടത്തിന് 3 ഘട്ടങ്ങളുണ്ട് അല്ലേ? വെള്ളാട്ട്, തിറയാട്ട്, ചാന്താട്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെള്ളാട്ടം എന്നൊരു പേര് നമ്മൾ എവിടെ പഠിച്ചു? തെയ്യത്തിൽ പഠിച്ചു. അപ്പോൾ അതൊന്ന് ഓർമ്മ വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ തിറയിൽ വരുമ്പോൾ അവിടെ വെള്ളാട്ട് എന്നാണ്. വെള്ളാട്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പകൽ വെളിച്ചത്തിൽ ആടുന്നതാണ്. ഇതൊരു 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ തിറ കടന്നു പോകുന്നത്. പകൽ വെളിച്ചത്തിലുള്ളത് വെള്ളാട്ട്, അതുപോലെ എന്താ ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ, രാത്രിയിൽ ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ നടത്തുന്നത് എന്താണ്? തിറയാട്ട്. പിന്നെ വരുന്നത് പുലർച്ചെ ആകുമ്പോഴത്തേക്ക് നടത്തുന്നതാണ് ചാന്താട്ട് കേട്ടോ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലാണ് ഈ പറയുന്ന ഒരു തിറ എന്ന അനുഷ്ഠാന കല കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അഞ്ചടി എന്നൊരു വാക്കുണ്ട്. അഞ്ചടി എന്നൊരു വാക്ക് എന്താ? അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തിറയായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അത് ദേവന്മാരെ അല്ലെങ്കിൽ മൂർത്തികളെ പ്രകീർത്തിക്കുന്ന ചില കീർത്തനങ്ങളാണ്. അപ്പോൾ ഇത് ചൊല്ലിയാണ് തിറ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതൊരു 4-5 ഒക്കെ തവണ ഇത് ചൊല്ലി അതിൻ്റെ ഒരു മാക്സിമം ഹൈറ്റിലേക്ക് ഉറഞ്ഞാടുന്ന ആ ഒരു രീതിയിലേക്ക് എത്തും. അപ്പോൾ അഞ്ചടി എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചത് എന്താണ്? തിറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ തിറയിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യമാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് പൂതൻ തിറ എന്നതാണ്. അപ്പോൾ പൂതൻ തിറയെ പറ്റി പറയുമ്പോൾ ഇത് വള്ളുവനാടൻ പ്രദേശങ്ങളിലാണ് കൂടുതലും കാണപ്പെടുന്നത് കേട്ടോ. വള്ളുവനാടൻ പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ്. അതുപോലെ പൂതൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ പൂതൻ എന്ന് വെച്ചാൽ എന്താണ്? ഭൂതഗണങ്ങൾ. ഓക്കെ. തിറ എന്ന് വെച്ചാൽ എന്താണ്? ഭഗവതി അല്ലെങ്കിൽ കാളി എന്നൊരു രൂപമാണ്. അതിൻ്റെ ഒരു ഐതിഹ്യൻ്റെ കഥകൾ പറഞ്ഞുതരാം. അപ്പം ഈ പൂതൻ എന്ന് വെച്ചാൽ ഭൂതഗണം എന്നറിയില്ല, ശിവന്റെ കൂടെയുള്ള ഭൂതഗണമാണ്. അപ്പം ഇതിനകത്ത് കാളി ദാരിക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഇതിനകത്ത് ഈ ഒരു പൂതൻ തിറയിൽ പറയുന്നത്. അതായത് ഇപ്പം ദാരികൻ പണ്ട് തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്താണ് 10,000 ആനകളുടെ ശക്തിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെയധികം ശക്തനായി. അങ്ങനെ ദേവലോകവും ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി. ഈ ആക്രമിക്കുന്ന സമയത്താണ് വിഷ്ണു പോയി ഭഗവാനോട് ചോദിക്കുന്നതാണ് ഒരു സഹായം വേണം എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ദാരികനൊരു കുഴപ്പമുണ്ട്. എന്താ? പുള്ളിയെ കൊല്ലണമെങ്കിൽ ആരും വിചാരിക്കണം, ഒരു സ്ത്രീ വിചാരിച്ചെങ്കിലേ കൊല്ലാൻ പറ്റത്തുള്ളൂ. അതുപോലെ എന്താ? പുള്ളിയുടെ ദേഹത്തു നിന്ന് ചോര നിലത്ത് വീണാത്തൊരു പ്രശ്നമുണ്ട്. ഓരോ തുള്ളിൽ ചോരയിൽ നിന്നും 10,000-ഓളം ദാരികന്മാർ പിന്നെയും ഉണ്ടാവും. അപ്പം എന്താ? കൊല്ലുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ശിവനോട് പറഞ്ഞു. അപ്പം ശിവനൊന്ന് വാൺ ചെയ്തു. പക്ഷേ വലിയ രക്ഷയൊന്നുമില്ല. പിന്നെന്തായി? 3-ാം കണ്ണ് തുറന്നു. അവിടെ അങ്ങനെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നു. അതായത് ഭദ്രകാളി എന്നൊരു ഭാവത്തിൽ ദേവി വരുന്നു. അപ്പം ഇങ്ങനെ ഭദ്രകാളി എന്നൊരു ഭാവത്തിൽ ദേവി വന്നിട്ട് ദേവിയും അതുപോലെ അതായത് കാളി കൂളി പരിവാരങ്ങൾ എന്നാ പറയുക. അതായത് കാളിയും കാളിയുടെ കൂടെയുള്ള ആ ഒരു ഗണങ്ങളും അതോടൊപ്പം ഭഗവാന്റെ ഭൂതഗണങ്ങളും എല്ലാമായിട്ട് പോയിട്ടാണ് ഈ പറയുന്ന ദാരികനെ യുദ്ധം ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ട്, ചോര നിലത്ത് വീഴാൻ പാടില്ല. അപ്പോൾ ഈ ചോര നിലത്ത് വീഴാതിരിക്കാനായിട്ട് ഈ കൂടെ വ്യാളിയും അങ്ങനെയൊക്കെ കുതിരയും വ്യാളിയും എല്ലാം ഉണ്ട്. അപ്പം ഇവർ ആ ഒരു ചോര നിലത്ത് വീഴാതെ നക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ പറയുന്ന ദാരികനെ കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പം ഇതാണ് ഈ ഒരു പൂതന്ത്രയുടെ ഐതിഹ്യമായിട്ട്, പൂതന്ത്രയുടെ അല്ലെ ദാരിക കാളിദാരിക യുദ്ധത്തിൻ്റെ ആയിട്ട് പറഞ്ഞത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പൂതന്തിറ വരുന്നത്. അപ്പം ഈ പൂതൻ എന്നത് ഭൂതഗണങ്ങളും, തിറ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭദ്രകാളിയായിട്ടാണ് കാണുന്നത്. ഇവർ വീടുകൾ തോറും കയറി ഇറങ്ങി എന്ത് ചെയ്യും, അനുഗ്രഹാശസ്സുകൾ ചൊരിയും. അതായത് ഈ വീട്ടിൽ എന്തെങ്കിലും മാറാവ്യാധികൾ, അതായത് ദാരികൻ്റെ അത്രയും വലിയ മാറാവ്യാധികളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതായി പോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അക്ഷതം വാരി വിതറും. അക്ഷതം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പൊട്ടാത്ത ധാന്യങ്ങളാണ്. അപ്പോൾ ഈ ധാന്യങ്ങൾ വാരി എറിഞ്ഞ് എന്ത് ചെയ്യും, അവർക്കെല്ലാം അനുഗ്രഹം ചൊരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പൂതന്ത്രയുടെ ആ ഒരു കഥ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിലെ വാദ്യങ്ങളിൽ ഉള്ളത് ചെണ്ടയും ഇല്ലത്താളമാണ് കേട്ടോ. ചെണ്ടയും ഇല്ലത്താളമാണ് ഈ ഒരു വാദ്യങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു തെയ്യം, തിറ, പൂതൻതിറ എന്നൊരു കാര്യമുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു അനുഷ്ഠാനകല എന്നൊരു ഭാഗം തീർന്നു. അപ്പോൾ ഇനി നമുക്ക് വേദങ്ങൾ, ഉപനിഷത്തുകൾ എന്നൊരു ഭാഗമായിരിക്കും നമുക്ക് അടുത്തതിലോട്ട് വരുന്നത്. പുരാണങ്ങൾ എന്നൊക്കെ ഉള്ളൊരു ഭാഗമായിരിക്കും അടുത്തതിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസും വളരെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പഠിക്കുക, പോഡുകളൊക്കെ എഴുതുക. അതോടൊപ്പം തന്നെ എന്താ SCERT ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുക. എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക കേട്ടോ. അപ്പം നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.